ഇനിയിപ്പോൾ അടുത്ത ഏതാ പാടാൻ പോണേ? ഇനിയിപ്പോൾ നമുക്ക് കാതോട് കാതോരം ഔസേപ്പച്ചൻ സാറിൻ്റെ എനിക്ക് മറ്റേ ഉള്ളടക്കത്തിലെ എല്ലാ പാട്ടും അതിവേൽ പൊന്നുതിരും പാതിരാമുഴയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം ഞാൻ പാടുന്ന നമ്മുടെ ലതിക ചേച്ചി പാടിയ ആ പാട്ട് ഒരു ഇടയ്ക്കത്തെ ഭയങ്കര ഹിറ്റ് അല്ലായിരുന്നോ? വിഷു പക്ഷി പോലെ കാതോടു കാതോരം തേൻ ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി വിഷു പക്ഷി പോലെ കുറുമൊഴി കുറുകി കുറുകി നീ ഉണരു അരിനൽ കതിരിൻ തിരിയിൽ അറിയ പാൽമണികൾ കുറുകി നെൽമണിത ഉലകൾ വെയിലിലുലയേ കുളിരം പെയ്തു നില കുഴലൂതി നീ കുറുമൊഴി ഇതിലേ വാ ആരോ പാടിപ്പെയ്യുന്നു തേൻ മഴകൾ ചിറകിലുയരുമഴകേ മണ്ണു പൊന്നാക്കും മന്ത്രം നീ ചൊല്ലി തന്നു പൊന്നിൻ കനികൾ കാതോടു കാതോരം തേൻ ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ കാതോടു കാതോരം തേൻ ചോരുമാമന്ത്രം ഈണത്തിൽ നീ ചൊല്ലി വിഷു പക്ഷി പോലെ. റിമി പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഞാൻ 5 തൊട്ട് 10 വരെ സമയമല്ല മനസ്സിലായി. 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ നമ്മുടെ പാലയിൽ സലീം എന്ന് പറഞ്ഞൊരു MN സലീം എന്ന് പറഞ്ഞ മാഷിൻ്റെ അടുത്ത് പഠിച്ചു. പിന്നെ അങ്ങ് വീണ്ടും ഒരു ഇതായിപ്പോൾ ഇപ്പം ഞാൻ മാലിനി ഹരിഹരൻ എന്ന് പറഞ്ഞ ഒരു ടീച്ചർ കടവന്ത്രയിൽ ടീച്ചറിൻ്റെ അടുത്ത് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ എങ്ങനെ തുടക്കം തൊട്ട് വീണ്ടും തുടങ്ങി അതോ ഇല്ല? തുടക്കം തൊട്ട് തന്നെ. തുടക്കം തൊട്ടെന്ന് പറയാൻ പറ്റില്ല, ടീച്ചർ ഇങ്ങനെ പഠിപ്പിക്കും. ഇഷ്ടമാണോ റിമിക്ക് കർണാടക സംഗീതം? ഇഷ്ടമാണ്. പറഞ്ഞ പോലെ എൻ്റെ സ്വഭാവത്തിൽ തന്നെ ഒരു ചെറിയ മടിയുണ്ട്. പഠിക്കാനുള്ള മടി. പക്ഷെ റിമി അങ്ങനെ മടിച്ചാണെന്ന് എന്തായാലും കണ്ടാ തോന്നാറില്ല. നല്ല ഉത്സാഹമുണ്ട് പൊതുവെ കാണുമ്പോഴൊക്കെ. അല്ല പിന്നെ മടിയൊക്കെ മാറ്റണം അല്ലേ?